ഒരുപാട് ആശങ്കകൾക്കൊടുവിലായിട്ട് അവസാനം ഇതാ ഒരു തീർപ്പ് വന്നിരിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് വരെ നാഷണൽ ലെവൽ ഇമ്പോർട്ടൻസ് ഉള്ള ന്യൂസ് ആയിട്ട് വന്നത് നിങ്ങൾക്കറിയാമല്ലോ. മാർക്ക് ബേസിസിലായിരിക്കുമോ, CUCET ഉണ്ടാകുമോ, DUCT ആയിരിക്കും, ഇനി എൻട്രൻസ് തന്നെ ഉണ്ടാവില്ല, അങ്ങനെ ഒരുപാട് സീരീസ് ഓഫ് ഡിസ്കഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരുപോലെ പാരൻസിലും സ്റ്റുഡൻസിലും ആശങ്ക പുലർത്തിയിട്ടുമുണ്ട്. അപ്പം ഇതിനൊക്കെ ഒരു അവസാനം എന്നതുപോലെ നമ്മുടെ വൈസ് ചാൻസലറായ യോഗേഷ് സിംഗ് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ തന്നിരിക്കുകയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ CUCET മുഖേന ആയിരിക്കും എന്നുള്ളത്. ഈ വർഷവും ഒരുപാട് സ്പെക്കുലേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, എക്സാം നടത്തുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത്. അതിനൊക്കെ ഒരു അവസാനം കുറിച്ചുകൊണ്ട് ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നു. അപ്പോൾ ഈ വരുന്ന വർഷം മുതൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ, ഡൽഹി യൂണിവേഴ്സിറ്റി മാത്രമല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കുള്ള അഡ്മിഷനും CUCET സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് മുഖേനയായിരിക്കും നടക്കുന്നത്. വർഷത്തിൽ 2 തവണ നടക്കും. അതുപോലെ തന്നെ റീജിയണൽ ലാംഗ്വേജസിലും ഈ എക്സാം നടത്തും എന്നാണ് യോഗേഷ് സിംഗ് പറയുന്നത്. അതുപോലെ തന്നെ CUCET എക്സാം സിലബസ് എന്ന് പറയുന്നത് കോമൺ ആപ്റ്റിറ്റ്യൂഡും അതുപോലെ സബ്ജക്ട് ഡൊമെയിൻ സ്പെസിഫിക്കുമായിട്ടായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. നമുക്കിനി CUCET എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. CUCET സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും അതുപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കുമുള്ള അഡ്മിഷൻ ഇനി മുതൽ ഈ എൻട്രൻസ് എക്സാം വഴിയായിരിക്കും നടക്കുന്നത്. ഒരു എൻട്രൻസ് എക്സാം എന്ന നിലയിലും രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസും എഴുതുന്ന ഒരു എക്സാം എന്ന നിലയിൽ ഇത് വളരെ കോമ്പറ്റീറ്റീവ് ആയിരിക്കും. അപ്പം ഒരു എൻട്രൻസ് എക്സാം ആയതുകൊണ്ട് തന്നെ അതിനൊരു നാക്ക് ഉണ്ടായാൽ മാത്രമേ നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം നാക്കുള്ള കുട്ടികൾക്ക് ഈ ഒരു എക്സാം പാസ് ചെയ്യൽ അത്ര അല്ലെങ്കിൽ ക്ലിയർ ചെയ്യൽ അത്ര ഒരു ഡിഫിക്കൽറ്റി ആയിട്ടുള്ളതായിരിക്കില്ല. അപ്പം നാക്കുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും നേരത്തെ തന്നെ ഇതിന് പ്രിപ്പറേഷൻ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് താല്പര്യമുള്ള കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് അഡ്മിഷൻസ് കിട്ടുകയുള്ളൂ. അപ്പം ഇതിൽ സിലബസ് എന്ന് പറയുന്നത് കോമൺ ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ സബ്ജക്ട് ഡൊമെയിൻ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം നമ്മളെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ്, കോളേജസ്, പിന്നെ നമുക്ക് താല്പര്യമുള്ള എക്സ്പോഷറൊക്കെ കിട്ടണമെങ്കിൽ നമ്മളേതായ ചോയ്സോട് കൂടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു കോളേജ് ആയിരിക്കണം. സോ അതിനുവേണ്ടി നമ്മൾ CUCET ക്ലിയർ ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട കോളേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ CUCET ക്ലിയർ ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഇത് CUCET പുതുതായി വരുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ചിലപ്പം കൃത്യമായിട്ട് എന്താന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങളെ ഇതിലൊക്കെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ ഗൈഡ് ചെയ്യാനും ഒക്കെ തന്നെ നമ്മുടെ Prepwise-ൽ ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോച്ചിങ് കൊടുക്കുന്നുണ്ട്. Prepwise-ലെ CUCET കോച്ചിങ്ങിന്റെ സവിശേഷതകൾ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഏതൊരു എൻട്രൻസ് എക്സാം ആവുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പ്രാക്ടീസ് ആണ്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ ഒരു എക്സാമിന് പോകുന്നതും പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു എക്സാമിന് പോകുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിന്റെ ഭാഗമായിട്ട് സോൾവ് ചെയ്യേണ്ടി വരും. അപ്പൊ Prepwise-ൽ 5000-ലധികം ചോദ്യങ്ങളാണ് CUCET സിലബസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കിട്ടുന്നത്. അതിന്റെ കൂടെ തന്നെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ ഫാക്കൽറ്റീസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ്സസ് ഉള്ളത്. അപ്പം ഇതൊക്കെ തന്നെ നടക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ്, അതായത് നമ്മുടെ ആപ്പ് വഴിയാണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ക്വിക്കായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊക്കെ എപ്പോഴും വിചാരിക്കാറില്ല ചില കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നുള്ളത്. അതായത് ഇത്രയും വലിയ ഒരു കണ്ടന്റ് ഉള്ള സംഭവം നമുക്ക് ഇത്ര ചുരുക്കി നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും. സോ നിങ്ങൾക്ക് അങ്ങനെ ക്വിക്കായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ട്. അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾക്ക് എൻട്രൻസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ വരുന്ന എക്സാമിനേഷനെ കുറിച്ചിട്ടുള്ളത് പൊതുവായിട്ടുള്ള ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട്. ആൻഡ് ഓൾസോ നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം എപ്പോഴും ആവശ്യമാണ്. അപ്പം എപ്പോഴും ചിലപ്പോൾ നമുക്ക് തനിയെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുമെന്ന് വരില്ല. അപ്പം നമ്മൾ എവിടെയും ഇവിടെയൊക്കെ ചെറുതായിട്ട് ബ്രേക്കായി നിൽക്കുന്ന സമയത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് ചെറിയ രീതിയിലൊന്ന് പുഷ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ എപ്പോഴും നല്ലതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് മികച്ച സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയ മെന്റോർസ് ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കോഴ്സാണ്, ഏത് കോളേജസ് ആണ്, അപ്പം നിങ്ങൾ വൃത്തിയായിട്ട് കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്റ്റായ ഒരു കോളേജ് ചൂസ് ചെയ്യുന്നത് വരെ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാകും.
അപ്പോൾ ഈ ഒരു എക്സാം പുതുതായിട്ട് വരികയാണല്ലോ, ആദ്യമായി നടക്കുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഡൗട്ട്സ്, ഡിലേമാസ് ഒക്കെ നിങ്ങൾക്കുണ്ട്. അതൊക്കെ തന്നെ വൃത്തിയായിട്ട് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലൊരു പാത്ത് തന്നെയാണ് ഇവിടെ നിങ്ങൾക്കായിട്ട് തുറന്ന് തരുന്നത്. അപ്പോൾ ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ്സാക്കാതെ ഇരിക്കുക. അപ്പോൾ നമ്മൾക്ക് താല്പര്യമുള്ള കോളേജസ്, ഇപ്പം ഓൺലൈനിലാണ് ക്ലാസ്സുകൾ നടക്കുന്നത് കൂടെ ഉണ്ടെങ്കിലും അവിടെ നിങ്ങൾക്ക് ഡൽഹിയിൽ തന്നെ പോയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ക്ലാസ്സസ് ഓൺലൈൻ ആണെങ്കിലും ബാക്കിയുള്ള ഫെസിലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന എക്സ്പോഷർ എന്ന് പറയുന്നത് യു കാൻ റിയലി ട്രേഡ് ഇറ്റ് വിത്ത് എനി അതർ തിങ്സ്. സോ ദാറ്റ് ഇസ് സ്റ്റിൽ ഓപ്പൺ. അപ്പോൾ പിന്നെ നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടല്ലോ അവിടെ പോയി പഠിക്കുന്നതിൽ കാര്യമുണ്ടോ ഇല്ലേ, പക്ഷെ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ വിത്ത് എ റിയലി ഗുഡ് എക്സ്പോഷർ. പിന്നെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങൾ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് കൈൻഡ് ഓഫ് തിങ്സ് വി കൺസ്യൂം. സോ അതിനൊക്കെ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഡോർസ് ആൻഡ് ഡിഫറെൻറ്റ് സ്പെക്ട്രംസ് അവിടെ ഓപ്പൺ ആണ്. സോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ്, അത് വേണ്ട ഇപ്പോൾ ഓൺലൈൻ അല്ലേ അതുകൊണ്ട് ഇവിടെ നിൽക്കാം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെയല്ല. നമുക്ക് പറയുന്നത് ലൈഫുള്ള സമയത്ത് നമ്മളുടേതായ ഡിസിഷൻസ് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അയ്യോ എനിക്ക് എടുക്കാൻ വയ്യെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബാക്ക് സീറ്റ് എടുത്തിട്ട് സ്വന്തം ലൈഫിൽ ബാക്കോട്ടേക്ക് നിൽക്കുകയാണെങ്കിൽ പിന്നെ മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. അപ്പം CUCET എഴുതണം, അല്ലെങ്കിൽ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ആ കോളേജിൽ പോയാൽ എനിക്ക് അവിടെ പോയി പഠിക്കണമെന്ന് താല്പര്യമുള്ള ഒരുപാട് പേര് അവിടെ ഇരിക്കുന്നുണ്ട് എനിക്കറിയാം. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് Prepwise നല്ല രീതിയിലാണ് നിങ്ങൾക്ക് കോച്ചിങ് തരുന്നത്. നിങ്ങളെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ കൂടെ തന്നെ ഇരുന്നിട്ട് ഗൈഡ് ചെയ്യാനുണ്ടാകും. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞല്ലോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരാണ്. സോ ദേ നോ. ഒരുപാട് ഇവിടെയുള്ള ഫാക്കൾട്ടീസിൽ മുക്കാലല്ല മൊത്തം ആൾക്കാർ തന്നെ ഡൽഹിയിലും അല്ലാത്ത എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും പഠിച്ചവരാണ്. അപ്പോൾ അവർക്ക് തന്നെ അറിയാം എങ്ങനെയായിരിക്കും അവരുടെ ഒരു ലൈഫ്, അവർക്ക് എത്രത്തോളം ഗ്രോത്തിന് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പിന്നെ പ്രൊഫഷൻ വൈസ് എങ്ങനെ മുന്നോട്ടേക്ക് അവർക്ക് അത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ഫേസ് ടു ഫേസ് ഒരു എക്സ്പീരിയൻസ്ഡ്, അത് സെയിം എക്സ്പീരിയൻസുള്ള ആൾക്കാരിൽ നിന്ന് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും നിങ്ങൾക്ക് ഇവിടെ എന്തുണ്ട് ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോർ വഴിയൊക്കെ ഡൗൺലോഡ് ചെയ്യാം. അപ്പം ത്രൂ ഔട്ട് ദ ക്ലാസ്സസ്, എവറി സെഷൻസ് എല്ലാം നടത്തുന്നത് ആപ്പ് വഴിയാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കംഫർട്ടായിട്ടുള്ള വീട്ടിൽ ഇരുന്നിട്ട് ആ കംഫർട്ട് സ്പേസിൽ തന്നെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളെ ലിമിറ്റ് ചെയ്തിട്ട് നിൽക്കണ്ട, ഇനി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല. അപ്പം നിങ്ങളെ കൊണ്ട് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, BA, BSc, BCom എന്നീ കോഴ്സുകൾ ചെയ്യാൻ താല്പര്യമുണ്ട്, നല്ലൊരു കോളേജിൽ വേണം, നല്ലൊരു ക്വാളിറ്റിയിൽ എഡ്യൂക്കേഷൻ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങൾക്ക് ഗോൾഡൻ ചാൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പം മേ ബി +1, മേ ബി +2 അത്ര മാർക്ക് കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും കൂടെ വളരെ വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ബിക്കോസ് എൻട്രൻസ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ യു ക്യാൻ ജസ്റ്റ് പ്രിപ്പയർ ആൻഡ് യു ക്യാൻ ക്ലിയർ ദി എക്സാം ആൻഡ് യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദ കോളേജ് ദാറ്റ് യു റിയലി ഡ്രീം ഓഫ്. അപ്പം നമ്മൾ ഇനി വീണ്ടും CUCET കുറിച്ചിട്ട് കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്നതനുസരിച്ച് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ കൂടുതലായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കോളേജസിനെ കുറിച്ച് അറിയണം, പിന്നെ ഓരോരോ കോളേജസ് ഓഫർ ചെയ്യുന്ന പ്രോഗ്രാംസ് എന്താണെന്ന് അറിയണം, പിന്നെ അവിടെയുള്ള ലിവിങ് എങ്ങനെയാണ്, പിന്നെ അവിടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് സംസാരിച്ചുള്ള സെഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഫെർദറായിട്ട് കുറേ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി, അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ Prepwise ചാനൽ നിങ്ങൾ കാണുന്നില്ല, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് കോളേജിനെ കുറിച്ചിട്ട്, ഡൽഹി യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്യുക. അത് നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ദില്ലി ചലോ സീരീസിൽ തന്നെ അത് കാണാം, ഒരുപാട് വീഡിയോസ്. അപ്പോൾ നമ്മൾ വീണ്ടും CUCET അപ്ഡേറ്റ്സ് വരുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെറിയ ക്യാപ്സ്യൂൾ പോലെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയുമായി വരുന്നവരെ, ദിസ് ഈസ് ഫെമിന സൈനിങ് ഓഫ്. I hope that you guys have a really good day.